ഹലോ. ഹലോ, ഡസ്റ്റിൻ ബ്രദർ അല്ലേ? അതെ അതെ. ആ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണേ. ആ പറയൂ. ബ്രദറിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ഓക്കെ. അപ്പൊ ബ്രദറിന്റെ ഒരു ആശയം ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് ഇച്ചിരൂടെ ഒന്ന് തൃപ്തി വരാൻ വേണ്ടിയിട്ട് ചോദിക്കാനാണ് ഭാവിക്കുന്നത്. അതായത് ബ്രദറിന്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് യഹോവയും യേശുവും ഒന്നാണെന്നുള്ളൊരു ആശയം ഞാൻ കേട്ടായിരുന്നു. അത് അങ്ങനെയാണോ? സിസ്റ്റർ കാത്തലിക് ആണോ? എന്താണെന്ന് കാത്തലിക് വിഷ്ണ. പിതാവും പുത്രനും ഒന്ന് തന്നെയാണല്ലേ കാത്തലിക് പഠിപ്പിക്കുന്നത്? അതെ. അതെ, എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ ആ ആശയത്തിൽ നിന്ന് വ്യത്യാസം തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ആണെങ്കിലും ആ ആശയത്തിനോട് എനിക്ക് അത്ര യോജിപ്പില്ലാത്ത ഒരാളായതുകൊണ്ടാണ്. എന്തായിരുന്നു അപ്പൊ സിസ്റ്റർ ഉദ്ദേശിക്കുന്നത്? യേശുവും യഹോവയും ഒന്നാണോ? അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കാൻ തന്നെ പിതാവും പുത്രനും എന്നല്ലേ പറയുന്നത്. പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ അപ്പനും മോനും എന്നുള്ളൊരു വ്യത്യാസം വരുന്നു. അത് പ്രായത്തിൽ തന്നെ വളരെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ പല വാക്യങ്ങളിലും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാന്റെ അധ്യായമൊക്കെ ഞാൻ വായിച്ചപ്പോഴേ പ്രായത്തിൽ എവിടെ വ്യത്യാസം വരുന്നത്? പിതാവും പുത്രനും ഒരു പ്രായമാവുക. അപ്പൊ നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാലേ ഒരു അപ്പനും മോനും അല്ലെങ്കിൽ പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ അവരപ്പനും അതിന്റെ ഇടയ്ക്ക് ഒരു പ്രായക്കാരല്ലല്ലോ അവര്. അങ്ങനെ തന്നെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും അവരൊരു പ്രായക്കാരല്ലല്ലോ. അല്ല, മാനുഷികമായിട്ട് മാത്രം ചിന്തിക്കുമ്പോഴാണ് പ്രശ്നമുള്ളൂ. നമ്മള് ഈ കാര്യങ്ങൾ മാനുഷികമായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. അതെ. കാരണം നമ്മൾ മനുഷ്യനെ കുറിച്ചല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നേ. സിസ്റ്ററിന് മാക്സിമം നമുക്കിപ്പോ എവിടെയുള്ള കാര്യങ്ങൾ വരെ അറിയാൻ പറ്റും. നമ്മുടെ ചുറ്റുവട്ടം എനിക്കിപ്പോ എന്റെ കണ്ണെത്തുന്ന ദൂരത്തുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് ചാനലുകളും കാര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എങ്കിലും സർവ്വലോകത്തിന്റെയും മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിനെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കല്ലേ. അപ്പൊ ആ ദൈവത്തെ നമ്മൾ ആ രീതിയിൽ ലിമിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്പനൊരാള് മോനൊരാള് രണ്ട് പ്രായമല്ലേ എന്ന് ചിന്തിച്ചാൽ അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെ തള്ളുകയാണ്. അപ്പൊ ആ ദൈവത്തിന് എന്തോ ലിമിറ്റേഷൻ ഉണ്ട്. ദൈവം നമ്മളെ പോലെയാണ് എന്ന് പറഞ്ഞു വരുമ്പോ ദൈവത്തിന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഷയിൽ പിതാവ് പുത്രൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്. പക്ഷെ അത് ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിനെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ വചനത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അല്ല, അവിടെയൊക്കെ ബൈബിളിൽ കിടക്കുകയാണല്ലോ, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു 2 ഏജ് അല്ലെങ്കിൽ പിതാവിനൊരു വയസ്സ് പുത്രനൊരു വയസ്സ് നമുക്ക് കാണാൻ പറ്റും. അല്ല, അപ്പൊ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്ന അത് ഏത് വിധത്തിൽ ഒന്നാണെന്നാണ് ബ്രദർ പറയുന്നത്? ആ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ അച്ഛന്മാര് കല്യാണം കഴിപ്പിക്കുമ്പോഴേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവര് കല്യാണം കഴിച്ച് ഇനി മേലാൽ നിങ്ങൾ 2 അല്ല ഒന്നത്രേ എന്ന് പറയും. എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഭാര്യയും ഭർത്താവും ഒന്നല്ലല്ലോ. അവര് ഭാര്യയും ഭർത്താവും 2 വ്യക്തിത്വങ്ങൾ തന്നെയല്ലേ. പിന്നെ അവർ ഒന്നായിരിക്കുന്നത് ഏത് കാര്യത്തിലാണെന്നാണ് അർത്ഥമാക്കുന്നത്? ആ പള്ളിയിൽ അച്ഛൻ അർത്ഥമാക്കുന്നത് മേലിൽ നിങ്ങൾ 2 അല്ല ഒന്നത്രേ എന്നാണ് പറയുന്നത്. അപ്പൊ അവരെന്തിനാണ് അവരൊന്നായിരിക്കുന്നത്? അഭിപ്രായ ഐക്യത്തിൽ ഒന്നായിരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഭാര്യ ഭർത്താക്കന്മാരാണ്. അഭിപ്രായ ഐക്യമില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവുകയല്ല. അതുകൊണ്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനി മേലാൽ 2, അച്ഛൻ കൈ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് പറയുന്നത് മേലാൽ നിങ്ങൾ 2 അല്ല ഒന്നത്രേ എന്ന് പറയുന്നു. അത് അവരുടെ എന്തിനാണെന്നറിയാമോ? അഭിപ്രായത്തിൽ നിങ്ങൾ ഒന്നായി പോണം, എന്നാലേ ആ കുടുംബം കെട്ടുറപ്പോടെ മുന്നോട്ട് പോകും എന്നുള്ളൊരാശയമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ത്രിത്വം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ത്രിത്വത്തിലല്ലല്ലോ, ദൈവം ഏകനാണെന്നല്ലേ ബൈബിൾ പറയുന്നത്. ദൈവം ഏകനാണെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 17:3 പറയുന്നില്ലേ? 17:3 ആദ്യം പറഞ്ഞിരിക്കുന്നത് അവിടെയല്ലോ, പഴയ നിയമത്തിലല്ലേ? പഴയ നിയമത്തിലല്ലേ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞോ. എനിക്ക് ഇപ്പൊ ഒരു പോരായ്മയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയാൻ അറിയാമെങ്കിലും ഈ വാക്യങ്ങൾ എവിടെ കിടക്കുന്നു എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്യണം, ബ്രദർ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ആരോടോ തർക്കിക്കാനല്ല, നമ്മൾ തർക്കിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള എന്റെ അറിവിനെ അറിയാനുള്ള ആഗ്രഹം. ആവർത്തനം 6:4 ഞാൻ വായിക്കാം. അത് ബ്രദർ വായിക്കുക, ഞാനത് ബൈബിൾ എടുക്കാം. ബ്രദറെ ഞാൻ വായിക്കേ.
ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമായ യഹോവ ഒരുവനേ ഉള്ളൂ. നിന്റെ ദൈവമായ യഹോവയെ നീ നിന്റെ മുഴു ഹൃദയത്തോടും മുഴു ദേഹിയോടും നിന്റെ മുഴു ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവം ഏകനാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആണല്ലോ. അതെ, ഏകനാണ്. സത്യവേദപുസ്തകമല്ലേ വായിച്ചത്? അതെ. POC ഉണ്ടോ? POC ഇല്ല. കാത്തലിക് ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, കാത്തലിക് വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിലെല്ലാം ഉള്ളത്. പക്ഷെ എനിക്ക് അതിനോട് ഇത്തിരി വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് അതിലേക്ക് പോകുന്നില്ല. കാത്തലിക് ഫെയ്ത്തിലുള്ള ഒരാൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ബൈബിൾ എപ്പോഴും POC ആയിരിക്കും. അപ്പൊ ആ പറഞ്ഞ പ്രസ്താവനയിൽ കാത്തലിക്കിന്റെ അകത്തെന്ന് വെച്ചാൽ നമുക്ക് ദൈവവചനത്തെ കുറിച്ച് കൂടുതൽ അറിയാനില്ല. കുർബാന എന്ന് പറയുമ്പോൾ നമുക്ക് നിരന്തരം എനിക്ക് സിസ്റ്റർ ഏത് ബൈബിൾ ഉപയോഗിക്കുന്നതിലും എനിക്ക് വിരോധമില്ല. POC ഉപയോഗിക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യവേദപുസ്തകം. എനിക്കതിനകത്ത് യാതൊരുവിധ എതിർപ്പില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം വെക്കുമ്പോൾ ആദ്യം സിസ്റ്റർ ഞാൻ ഒരു കാത്തലിക് ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വെച്ചു. അപ്പൊ ആസ് എ കാത്തലിക് അവർ ഉപയോഗിക്കുന്ന ബൈബിൾ POC ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സിസ്റ്റർ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എവിടെയോ സംതിങ് എറർ, ഞാൻ കാത്തലിക് ആണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എവിടെയോ ഒരു എറർ ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞു. അതെന്തോ ആകട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പ്രശ്നമല്ല. ഓക്കെ. പക്ഷെ നമ്മളത് പറയുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണമെന്ന് മാത്രം. ഓക്കെ. അപ്പൊ നമ്മള് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം, ഇസ്രായേലിനെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാണ്, യഹോവ ഏകൻ തന്നെ. അല്ലെ? അതല്ലേ നിങ്ങൾ സത്യവേദപുസ്തകം വായിച്ചു. അപ്പോ ദൈവം ഏകനാണ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തു ആരാണ് എന്നുള്ളതാണ് സിസ്റ്റർ വിശ്വസിക്കുന്നത്. അതെ, ക്രിസ്തു ആരാണെന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത. അതും കൂടി എനിക്കൊന്ന് പറയും. എന്റെ ഒരു ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്തു മനുഷ്യ പിന്നെ 1 തീമോഥെയോസേ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അത് പറയുന്നത്. അതിന് ഉത്തരവുണ്ടല്ലോ. ആ ഒന്നെടുത്ത്, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരാളേ ഉള്ളൂ, ക്രിസ്തേശു. അപ്പൊ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥൻ. പിന്നെ മറ്റൊരു അഭിപ്രായമുണ്ട്, ദൈവമല്ല, ദൈവപുത്രൻ, നമ്മുടെ രക്ഷകനായിട്ട് ദൈവം ക്രമീകരണത്തിൽപ്പെട്ട ആളാണ് യേശുക്രിസ്തു. ഇല്ല, ഇപ്പൊ അങ്ങനെ കുട്ടി ദൈവങ്ങളൊന്നും ബൈബിളിലില്ലല്ലോ. നമുക്ക് ദൈവം ഏകനല്ലേ. ആ ദൈവം സർവശക്തനായ ദൈവമാണല്ലോ. യേശു മനുഷ്യനായി പിറന്നു. ദൈവത്തിന്റെ മനുഷ്യരുടെ ഇടയ്ക്ക് മധ്യസ്ഥനാണ്. മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ ലോകരക്ഷകനാണ്. സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല. ആരംഭത്തിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു. ഒരു ദൈവമായിരുന്നു. ഇതിൽ എഴുതിയിരിക്കുന്നതാണേ. ഏത് ബൈബിളാ വായിക്കുന്നത്? ഇത് നമ്മളെ ഇതിനകത്തുള്ളതാണ്. പിന്നെ എന്താണ്, മൊബൈലിൽ കിടക്കുന്ന ബൈബിളിലാണ്. എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ. അല്ല, അങ്ങനാണെങ്കിൽ മറ്റു ബൈബിൾ എടുത്ത് അതിനെടുക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ നേരത്തെ വായിച്ച ബൈബിളില് വചനം ഒരു ദൈവമായിരുന്നു വായിച്ചു. ശരി. അപ്പൊ നമുക്ക് ഇത് തന്നെ നോക്കാം. ഞാൻ പറഞ്ഞു അത് ശരിയല്ല. ഇപ്പൊ കേട്ട വചനം ഇത് തന്നെ ഒന്ന് വിശദീകരിക്കാം. വചനം ദൈവമായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വചനം എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വചനം ആരാണെന്നാണ് ബൈബിൾ നമ്മളെ തിരിച്ചറിയിച്ചു തരുന്നത്. വചനം ക്രിസ്തുവാണ്. ആണല്ലോ. അപ്പൊ ക്രിസ്തുവായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ആരുടെ കൂടെയായിരുന്നു? ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തിന്റെ കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവത്തിന്റെ കൂടെ ആയിരുന്നത് ദൈവാംശത്തിൽ ഇരിക്കുന്ന സമയമാണ്. ആ സമയം ദൈവം മനുഷ്യനായി കിട്ടുന്നില്ലേ? ഇപ്പൊ ശരിയായ കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, പറഞ്ഞോ, കുഴപ്പമില്ല. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ വചനം ദൈവമായിരുന്നു, വചനം ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു ദൈവമാണ്. അങ്ങനെ ഞാൻ ഇതിനെ കാണുന്ന രീതിയിലൊന്ന് പിന്നെ ബ്രദറിനോട് പറയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. അതായത് ആദ്യം മുതലേ വചനം എന്ന് പറയുന്ന യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. ആ വചനം ആരുടെ കൂടെയായിരുന്നു? ദൈവത്തോട് കൂടെയാണ് ഉണ്ടായിരുന്നത്. ആ വചനം ദൈവമായിരുന്നു. അതായത് ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ അന്ന് മനുഷ്യനായിട്ട് അവതരിച്ചിട്ടില്ല.
ദൈവാംശം തന്നെ ആയതുകൊണ്ട് ദൈവമായിരുന്നു എന്ന് പറയുന്നത്. ഈ ഒരു വാക്കാണ് നമ്മളെ കുരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നേരായ മാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ, വേറെ വാക്യങ്ങൾ നമുക്കുണ്ട്. ഈ ഒരു വാക്ക് മാത്രമൊന്നുമല്ല, ഇതേപോലെ ആയിരക്കണക്കിന് വാക്കുണ്ട്. സിസ്റ്ററിനെ കുരുക്കുന്നത് ചിലപ്പോൾ ഈ വാക്കായിരിക്കും. എന്നെ സംബന്ധിച്ച് ഈ വാക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങളിപ്പോൾ വായിച്ച സത്യവേദോസ്വലാകട്ടെ, ഞാൻ വായിക്കുന്ന POCയിലാകട്ടെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി ഇപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1914 വന്ന റസൽ അല്ല ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ആദിമ സഭാപിതാക്കന്മാർ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. ആദിമ സഭാപിതാക്കന്മാർ എങ്ങനെ ഇത് വായിച്ചു, എങ്ങനെ ഇത് മനസ്സിലാക്കി, യോഹന്നാൻ ഇത് എന്താണ് പഠിപ്പിച്ചത്, ദൈവത്തിന്റെ വചനം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അനേക വചനങ്ങളിലൂടെ അപ്പസ്തോലന്മാർ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് 19 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് റസൽ വന്നിട്ട് പഠിപ്പിക്കുകയാണ്, അങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നതോ റസല് പഠിപ്പിക്കുന്നതോ ബെന്തിക്കോസ് പഠിപ്പിക്കുന്നതോ കത്തോലിക്കർ പഠിപ്പിക്കുന്നതോ അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ പെട്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ ഏകദേശം എല്ലാത്തിനെയും അതാണ് അവിടെയാണ് ഞാൻ കത്തോലിക്കനാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഞാൻ ഒരു ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ഈ ആര് പഠിപ്പിക്കുന്നത് നോക്കണ്ട, പക്ഷേ നമ്മൾ ബൈബിളിനോട് ചേർന്ന് തന്നെ അനേക ഗ്രന്ഥങ്ങൾ കിടക്കുന്നു. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. സിസ്റ്ററെ സംബന്ധിച്ചിപ്പം ആലപ്പുഴയിൽ ജീവിക്കുന്നു അല്ലെ, 2025 ജീവിക്കുന്നു. സ്റ്റിൽ നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ഇപ്പോ മലയാള ഭാഷയിൽ നമ്മൾ പല വാക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 വർഷം മുൻപ് ആലപ്പുഴയിൽ ഉപയോഗിച്ച പല വാക്കുകളും നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇല്ല, മാറ്റം ഉണ്ടാകും. പല വാക്കുകളുടെയും അർത്ഥത്തിൽ പോലും വ്യതിയാനങ്ങൾ ഉണ്ടാകും. പഴയ കവികൾ ഉപയോഗിച്ച ശുദ്ധ മലയാളമായിരിക്കില്ല നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ഒരു ഭാഷയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് യഹൂദ ഭാഷ, നമ്മളിന്ന് കാണുന്ന ഹെബ്രായ ഭാഷ, ഏറ്റവും തികച്ചും 10,000 വാക്കുകൾ മാത്രമുള്ള ഏറ്റവും ലിമിറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരു ഭാഷയാണ് ഹെബ്രായ ഭാഷ. ആ ഭാഷയിൽ ഒരു വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ 2000 വർഷം ഇപ്പുറത്ത് കടന്നു വന്നത് ചിന്തിക്കുകയല്ല, പഴയതിലേക്കും പഴയ മറ്റു പുസ്തകങ്ങളിലേക്കും ചിന്തിച്ച് മാത്രം തന്നെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. ഓക്കെ, അപ്പൊ ഞാനത് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞു വെച്ചിരുന്നുള്ളൂ. ഇനി ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ദൈവമായിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെ? അപ്പൊ നമുക്ക് 2 ദൈവം ഉണ്ടാവും? 2 ദൈവമല്ല, അതിലേക്ക് വരാം. നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് വരാം. വരാമെന്നതിലേക്ക് വരാം, മനസ്സിലാകാഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ വചനം ദൈവമായിരുന്നു എന്നുള്ളത് ഇവിടെ ബൈബിളിൽ കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വാക്യം വായിച്ചു. ഞാൻ വായിക്കാം. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ നേരത്തെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, യേശു സൃഷ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, യേശു സൃഷ്ടാവാണ്, സമസ്തവും അവനിലൂടെയാണ് ഉണ്ടായത്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് അവനാണ് സകലവും സൃഷ്ടിച്ചത് എന്ന് ബൈബിൾ പറയുന്നു. അപ്പോ യേശു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ് എന്നുള്ളത് ബൈബിൾ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു ആശയമാണ്. ഇനി ഈ പറഞ്ഞു ഞാൻ ഒരു വാക്യം കൂടെ, യോഹന്നാൻ 17 യോഹന്നാൻ 17 1 മുതൽ 5 വരെ. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകളെടുത്ത് പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണം. എന്നാൽ അവിടുന്ന് നൽകിയിട്ടുള്ളതെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കേണ്ടത് കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. 5 വരെയുള്ള വായിക്കാൻ പറഞ്ഞു. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഓക്കെ, ഞാൻ വായിച്ചു, ആശയം പറഞ്ഞു. അപ്പൊ അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ആ 3-ാമത്തെ വാക്യം, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ. അപ്പൊ ഏകസത്യദൈവം യേശുക്രിസ്തുവിനെ അയച്ചതാണെന്നാണല്ലേ നമുക്ക് അതിനകത്ത് തെളിയുന്നത്. പിന്നെ
ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകുമ്പോൾ നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിൽ നിന്നെ അടുക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പൊ ഈ പിതാവേ എന്ന് വിളിച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ പിതാവ് ആരാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യെശയ്യാവ് നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ആ വാക്യത്തിൽ തന്നെ കാര്യമുണ്ടല്ലോ, 5-ാം വാക്യം അല്ലെ, നിങ്ങളുടെ സത്യവേദോസ്തം തന്നെ വായിക്കാം. ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുൻപേ, സൃഷ്ടികളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ലോകം ഉണ്ടാകും മുൻപേ എന്ന് പറയുന്നത് അല്ലെ. എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇതല്ലേ സത്യവേദോസ്തത്തിലുള്ളത്? ഞാൻ POC വായിച്ചാൽ, ആകെ പിതാവേ ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണം. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്, സൃഷ്ടികൾക്ക് എല്ലാത്തിനും മുൻപ് ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മഹത്വം, ക്രിസ്തുവിന് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം, ദൈവമായിരുന്ന മഹത്വം അല്ലെ, അതല്ലേ പറഞ്ഞു വരുന്നത്? ദൈവമായിരുന്ന മഹത്വം, ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് തന്നെ എടുക്കണമെന്ന് പറയാം. ആദ്യം നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി എനിക്ക് ക്ലിയർ ചെയ്തത്, യേശു സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? ഞാൻ യേശു സൃഷ്ടിയാണെന്നേ പറയത്തുള്ളൂ. ഞാൻ ബൈബിൾ യേശു സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ നേരെ തിരിച്ചാണ് വായിക്കുന്നത്. കാരണം ബൈബിൾ വായിക്കുമ്പോൾ, ഞാൻ ആദ്യം യോഹന്നാന്റെ സുവിശേഷം 1 വായിച്ചപ്പോൾ യേശുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവിടെ കൃത്യമായിട്ട് കാണും. ഒന്ന്. രണ്ടാമത് നിങ്ങൾ വേണ്ടിയാണെന്നും പറയുന്നുണ്ടല്ലോ, യേശുവിലൂടെയും യേശുവിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടത്. ആയിക്കോട്ടെ, യേശുവിലൂടെയും യേശുവിന് വേണ്ടിയും. അപ്പൊ യേശു സൃഷ്ടാവാണെന്നുള്ളത് അവിടെ കൃത്യമാണല്ലോ. യേശു സൃഷ്ടാവാണെന്നുള്ളത് അവിടെ കൃത്യമാണ്. യേശു സൃഷ്ടാവാണെന്നോ? യേശു സൃഷ്ടാവല്ല, യേശു സൃഷ്ടിയല്ലേ, ദൈവം സൃഷ്ടിച്ചതല്ലേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം എന്താ വായിച്ചത്? യോഹന്നാന്റെ സുവിശേഷത്തിലെ അവനിലൂടെ സമസ്തവും ഉണ്ടായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സകലതും അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ, അവനിലൂടെയാണ് സമസ്തവും ഉണ്ടായി എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? അപ്പൊ ഈ യേശു ക്രിസ്തു മരിച്ചു കിടന്ന മരിച്ചല്ലോ, അവിടേക്ക് അങ്ങോട്ടൊക്കെ പോവല്ലേ? ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് കാര്യം പറ്റും. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്നുവെച്ചാൽ അവനില്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല, അവനിലൂടെയാണ് സമസ്തവും ഉണ്ടായത്. അതെ, അത് പറയുമ്പോഴേ അവൻ സൃഷ്ടാവാണോ സൃഷ്ടിയാണോ? അതിന് ഞാൻ ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാം. നമ്മൾ ഇപ്പൊ പിതാവായ ദൈവം പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവര് അപ്പനും മകനും കൂടെയാണ് ഈ സൃഷ്ടിക്ക് ഇറങ്ങുന്നത്. പിന്നെ അപ്പൊ യേശു ക്രിസ്തു ഒരു ശില്പിയായി പ്രവർത്തിച്ചെന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അതിനൊന്നും ബൈബിളിൽ യാതൊരു തെളിവില്ല. ബൈബിൾ പറയുന്നത് സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ യാതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവനെ കൂടാതെ, അവനും പിതാവും കൂടെ എന്നുള്ളത് നിങ്ങൾ ഉൽപ്പത്തി ചെന്നിട്ടാണ് പറയുന്നത്. ആ ഉൽപ്പത്തിയിലെ ആശയം എന്താണെന്നുള്ളത് നമുക്ക് അതിലേക്ക് പോവാം. പക്ഷെ അതിനു മുൻപ് ഇവിടെ സൃഷ്ടാവാണെന്ന് 1-ാം യോഹന്നാന്റെ സുവിശേഷം 1-3 തന്നെ വ്യക്തമാണ്. ഇനി സിസ്റ്റർ എടുത്ത യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നു, ഇപ്പോൾ പിതാവ് ലോകം ഉണ്ടാകുന്നതിന് മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നാണ് നിങ്ങൾ വായിക്കുന്ന സത്യവേദോസ്തവത്തിന്റെ ട്രാൻസ്ലേഷൻ. POC വായിക്കുകയാണെങ്കിൽ, ലോകം ആകയാൽ പിതാവ് ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം. അത് എപ്പോ പറയുന്നതാണെന്നറിയാമോ? എപ്പോ വേണമെങ്കിലും പറയട്ടെ, വാക്യം പറഞ്ഞത് എന്താണ്? ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന പറയണ്ട. അത് പറഞ്ഞ സമയം എപ്പോഴാണ്? യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് സ്വർഗാരോഹണം ചെയ്യാനുള്ള സമയമായപ്പോഴാണ് പറഞ്ഞത്, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ എടുക്കണേ എന്ന് പറയുന്നത് അന്നേരമാണ്. അപ്പൊ മഹത്വം സൃഷ്ടിക്ക് മുൻപുള്ള മഹത്വമാണോ? യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ഒരു മനുഷ്യനായിട്ടല്ലേ പറഞ്ഞത്. ലോക സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന മഹത്വമാണോ? അല്ലേ? അതെ. അപ്പൊ ലോക സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന മഹത്വമാണെങ്കിൽ ആ മഹത്വം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വമാണെന്ന് അംഗീകരിച്ചല്ലേ പറ്റൂ. ലോക സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വം എന്ന് പറയുന്ന ആ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശു സൃഷ്ടാവാണെന്ന് രണ്ടാമത് അടുത്ത വാക്യം കൂടി സൃഷ്ടി തെളിയിച്ചു കഴിഞ്ഞു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പി 2-ാം അധ്യായം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ ബൈബിൾ പറയാണ്, ഞാൻ POC വായിക്കാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചു. POC വായിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? പറഞ്ഞു. അല്ല, സത്യവേദ പുസ്തകം കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇംഗ്ലീഷ് ബൈബിളാണ് അതിലും കൂടെ കുറച്ച് വിഷയം. എനിക്ക് ഇംഗ്ലീഷ് വലിയ വിഷയമൊന്നും ഇല്ല.
അതിന്റെ യഥാർത്ഥമായ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ വായിക്കാം. പക്ഷെ അല്ല കാത്തലിക് ആണെന്ന് തുടക്കം പറഞ്ഞേ. അപ്പൊ POC വായിക്കുന്നതിൽ എതിർപ്പുണ്ടോ? അല്ല കത്തോലിക്കാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കത്തോലിക്കയിലാണ് എന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിടക്കുന്നത്. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇവിടെ നടക്കുന്ന എംബർമാരുകളിൽ നടക്കുന്നവർക്കും യഹോവ സാക്ഷിയിൽ നടക്കുന്നവർക്കും ഒക്കെ സർട്ടിഫിക്കറ്റ് കത്തോലിക്കലുണ്ടാവും. പക്ഷെ അത് കത്തോലിക്കലല്ല. ഓക്കെ. അപ്പൊ പറയുമ്പോ ഇപ്പൊ സിസ്റ്റർ എന്തിലാണ് ഫോളോ ചെയ്തതെന്നുള്ളത് പറയുമ്പോ നമ്മൾ അതിന് സ്റ്റാൻഡ് അത് പറഞ്ഞില്ലെങ്കിലാണ് ഈ പ്രശ്നം. അങ്ങനെയല്ല, നമ്മളിപ്പോ ബെന്തിക്കോസ് ആകട്ടെ അല്ലെങ്കിൽ എന്തോ യഹോവ സാക്ഷി ആകട്ടെ, സിസ്റ്റർ എവിടെ പോയിക്കോ എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടില്ല. പക്ഷെ പറയേണ്ട സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ട് പറയണം. എന്റെ ഒരു സംശയം തീർക്കാനാണ് ഞാൻ ആ വീഡിയോ. അപ്പോ യോഹന്നാൻ ഫിലിപ്പ് ലേഖനം മുൻവിധിയോടുകൂടി ബ്രദർ സംസാരിക്കണ്ട, അങ്ങനെ എനിക്ക് യാതൊരുവിധ മുൻവിധി ഇല്ലെന്ന്, എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഞാൻ POC വായിച്ചപ്പോ എന്തൊരു ബുദ്ധിമുട്ട് പറഞ്ഞ കാരണം ഞാൻ ചോദിച്ചതാണ്. POC ബൈബിളിൽ ഒരുപാട് നമുക്ക് മനസ്സിലാകാൻ പ്രയാസമുണ്ട്. പക്ഷെ ഞാൻ സത്യവേദ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടി. ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടുമെന്നാണ് എല്ലാവരും പറഞ്ഞ് എന്നെ വിശദീകരിച്ച് തന്നത്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് വിശദീകരിച്ചവരെ എന്തെങ്കിലും ആവട്ടെ, POC വായിക്കുമ്പോൾ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഇതാണ് POC കിടക്കുന്ന ട്രാൻസ്ലേഷൻ. സത്യവേദോസ്തത്തിൽ അതേ കാര്യം തന്നെ കിടക്കുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. രണ്ടും ആശയത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ഒന്ന് പഴയ മലയാളം ഉപയോഗിച്ചിരിക്കുന്നു, POC പുതിയ മലയാളം ഉപയോഗിച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. ഓക്കെ. ഇനി ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഹു ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് ത്രൂ ഇൻ ഇറ്റ് നോട്ട് റോബറി ടു ഈക്വൽ വിത്ത് ഗോഡ്. ഈക്വൽ വിത്ത് ഗോഡ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. യാതൊരുവിധ ചേഞ്ചും ആശയത്തിൽ ഇവിടെ കാണുന്നില്ല. ഓക്കെ. അപ്പോ ഞാൻ POC വായിക്കുമ്പോൾ പുതിയ മലയാളം ആയതുകൊണ്ട് കുറച്ച് ഈസിയാണ് വായിക്കാൻ. ഇത്ര വ്യത്യാസമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഈസിയാണ്. POC വായിച്ചു. അത് വായിച്ചോ. അപ്പൊ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പൊ അവൻ ദൈവത്തിന്റെ രൂപത്തിലും ദൈവത്തിന്റെ സമത്വത്തിലുമാണ് ഇരിക്കുന്നതെന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-7 വാക്യം പറഞ്ഞിരിക്കും. ദൈവത്തിന്റെ രൂപത്തിലും ദൈവത്തിന്റെ സമത്വത്തിലും രണ്ടും, അതായത് അവന്റെ രൂപവും ദൈവത്തിന്റെ രൂപമാണ്, അവന്റെ സമത്വവും ഈക്വാലിറ്റി രണ്ടും വിത്ത് ഗോഡ് ദൈവത്തോട് ചേർന്നിരിക്കുന്നു, ദൈവത്തോട് കൂടി ഇരിക്കുന്നു. സമത്വം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, അത് വിചാരിക്കാതെ, അങ്ങനെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തീർന്നു, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. അപ്പോ ദൈവത്തിന്റെ സമത്വത്തിലും ദൈവത്തിന്റെ രൂപത്തിലും ആയിരിക്കുന്നവൻ അവൻ തന്നെ ഒഴിച്ച് ദാസന്റെ രൂപത്തിലേക്ക് ക്രിസ്തുവിലെ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ദാസരൂപത്തിലാണെന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് ഇറങ്ങി വന്നു, തന്നെത്താൻ ഒഴിച്ചിറങ്ങി വന്നു എന്ന് ബൈബിൾ പറഞ്ഞു. അപ്പോ ദൈവത്തിന്റെ സമത്വം എന്നുള്ളത് ക്രിസ്തു വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ദൈവത്തിന്റെ രൂപത്തിലായിരുന്നു യേശു എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് രണ്ട് പ്രശ്നം. ദൈവത്തോട് സമനായിട്ടില്ല, ബൈബിൾ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ദൈവത്തിനോട് സമമായിട്ടില്ല. അപ്പൊ സത്യവേദോസ്തത്തിൽ ഇപ്പൊ വായിച്ച ഫിലിപ്പി 2-ന്റെ 6, 7, 8 വാക്യങ്ങൾ വെട്ടിക്കളഞ്ഞു. എടുക്കാനോ? അല്ല, 6, 7, 8 വാക്യങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം നിങ്ങളത് ബൈബിളായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല, അവൻ അങ്ങനെ തന്നെയല്ലേ ഇത് എഴുതിയിരിക്കുന്നത്. അവൻ, അതായത് യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. എന്നിട്ട് മനുഷ്യ സദൃശ്യം, അതിലെന്താ തെറ്റ്? അപ്പൊ ദൈവത്തിന്റെ സമത്വത്തോടു കൂടെ ആയിരുന്നല്ലോ അവിടെ വചനം പറഞ്ഞത്. എന്നിട്ട് അത് മുറുകെ പിടിക്കാതെ താഴേക്ക് ഇറങ്ങിയതല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല, വളച്ചു പിടിക്കണ്ട. ദൈവത്തിന്റെ ഒപ്പം നിൽക്കണമെന്ന് യേശുക്രിസ്തു വിചാരിക്കാതെ അവിടെ സ്വർഗത്ത് ജീവിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തു നമ്മുടെ മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു മറുവില യാഗമായിട്ട് വന്നതല്ലേ. അപ്പൊ സ്വർഗീയ ജീവിതം വെടിഞ്ഞിട്ട് ഈ ഭൂമി വന്ന എല്ലാ കഷ്ടങ്ങളും നമുക്ക് വേണ്ടിയിട്ട് സഹിച്ചില്ലേ? മനുഷ്യരുടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കാനല്ലേ അത് ചെയ്തത്. ദൈവത്തിന്റെ സമത്വത്തിലായിരുന്നു എന്ന് ബൈബിള് പറയുമ്പോ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്?
വചനം വ്യക്തമായിട്ട് പറയുന്നു ദൈവത്തിന്റെ സമത്വത്തോട് കൂടെ ആയിരുന്നു. അതിനെന്താണ് നിങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്നത്? അത് പറഞ്ഞു. യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇടത്തെ സൈഡിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റി അപ്പുറത്ത് കൊണ്ടു വെക്കും. ആ പരിപാടി നമ്മൾ സമ്മതിക്കില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന വ്യക്തികളോട് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ എന്റെ അടുത്ത് പറ്റില്ല. അല്ല ബ്രദറെ, അങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിക്കാൻ ബ്രദർ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. സ്ട്രൈറ്റ് ഫോർവേഡ് പറയുന്നു ഫിലിപ്പി ലേഖനം 2:6-7-8 ദൈവത്തോടുള്ള സമത്വവും ദൈവത്തിന്റെ രൂപത്തിലും ക്രിസ്തു ആയിരുന്നു എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. അല്ല എന്ന് എങ്ങനെ നിങ്ങൾ തെളിയിക്കും? പറഞ്ഞു. യേശു ക്രിസ്തു സർവശക്തനാണോ? ഉൽപ്പത്തി 17:1 നമുക്കൊന്ന് നോക്കാം. അങ്ങോട്ട് പോവാം. ഈ വാക്യത്തിൽ ഉള്ളത് പറയൂ എന്നിട്ട് സിസ്റ്റർ പറയുന്ന ഏത് വാക്യത്തിലേക്ക്? ഏത് ഇപ്പൊ നമ്മൾ വായിച്ചതാ? ഇപ്പൊ നമ്മൾ വായിച്ചത് ഫിലിപ്പി ലേഖനം 2:6-7-8 ദൈവത്തിന്റെ രൂപത്തിലും ദൈവത്തിന്റെ സമത്വത്തിലും ക്രിസ്തു ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന് അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ബ്രദറെ, അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ, അതായത് യേശു ക്രിസ്തു ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെ ദൈവരൂപത്തിലിരിക്കെ തന്നെ. അപ്പൊ അവൻ എങ്ങനെ ഇരിക്കുന്നത്? ദൈവരൂപത്തിലിരിക്കുന്നത്. ദൈവരൂപത്തിൽ എന്ന് പറയുമ്പോൾ സ്വർഗീയ വ്യക്തികളല്ലേ? ദൈവരൂപത്തിൽ സകല സൃഷ്ടിക്കും മുൻപ് ദൈവത്തോട് ഉണ്ടായിരുന്ന മഹത്വം ദൈവരൂപമായിരുന്നു, ദൈവത്തിന്റെ കൂടെയായിരുന്നു. വീണ്ടും പറയണ ദൈവസമത്വവും ദൈവരൂപവും രണ്ട് വാക്യം കൃത്യമായിട്ട് പറയുമ്പോൾ അത് അല്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുള്ളത്? അതല്ലാതെ യേശു ക്രിസ്തു സർവശക്തനായ ദൈവം അല്ല എന്ന് പറയാൻ പറ്റിയ ഒരുപാട് വാക്യങ്ങളുണ്ട്. അവിടേക്ക് പോവാം. അപ്പൊ ഈ കാര്യം ദൈവത്തിന്റെ രൂപത്തിലും ദൈവത്തിന്റെ സമത്വത്തിലുമാണെന്നുള്ള അംഗീകരിച്ചോ ഇല്ലയോ? ഇപ്പോഴത്തെ സിസ്റ്ററിന്റെ കൺഫ്യൂഷൻ ഇത്രയേ ഉള്ളൂ. ദൈവം സർവശക്തനല്ല, എന്നാൽ എവിടം വരെയായി? ദൈവത്തിന്റെ രൂപത്തിലും ദൈവത്തിന്റെ സമത്വത്തിലുമാണ് എന്നുള്ളത് വരെ സിസ്റ്റർ അംഗീകരിച്ചു. ഓക്കെ ക്ലിയർ. ആദ്യവും അന്ത്യവും വരാം. അതിനു മുമ്പ് നമ്മൾ വേറൊരു വിഷയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൃഷ്ടാവ് എന്ന് പറഞ്ഞൊരു വിഷയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ യേശു സൃഷ്ടാവാണെന്നുള്ളത് ഞാൻ 2 വാക്യത്തിലൂടെ ഞാൻ കാണിച്ചു തന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും അത് അംഗീകരിക്കാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പറ്റത്തില്ല, എനിക്ക് പറ്റില്ല. ഞാനത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലാകത്തോളം കാലം ഞാൻ യോഹന്നാൻ 1-2-3 വാക്യങ്ങളിൽ ക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്, അവനെ കൂടാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടാവല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് അത് പറയാം. അതായത് യേശു ക്രിസ്തു പിതാവായ ദൈവം പറഞ്ഞു, വരൂ നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയും യേശുവും കൂടെയാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ വരുന്നത്. അപ്പൊ ഓക്കെ, നിങ്ങളുടെ ആശയം അങ്ങനെ നിന്നോട്ടെ. അപ്പൊ എന്തായാലും സൃഷ്ടി കർമ്മത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പോ യേശുവിനെ സൃഷ്ടാവെന്നും വിശേഷിപ്പിക്കാം. അതെന്തിനാ? നമുക്ക് ദൈവം ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ വേറെ സൃഷ്ടാവിനെ, യേശുവിനെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പൊ സൃഷ്ടി കർമ്മത്തിൽ രണ്ടുപേരും ഉണ്ടെങ്കിൽ യേശുവിനെ സൃഷ്ടാവെന്ന് വിശേഷിപ്പിക്കണ്ടേ? അതിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ വരുമ്പോ നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് സൃഷ്ടി കർമ്മത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചോ? സൃഷ്ടിയിൽ വരുമ്പോൾ അവരിലൂടെ അല്ലാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, യേശുവിലൂടെ അല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പൊ യേശുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു സൃഷ്ടാവല്ലേ? അല്ല, അങ്ങനെയല്ല അതിനർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ യേശുക്രിസ്തു ഒരു ശില്പിയായി പ്രവർത്തിച്ചെന്നാണ് എനിക്ക് ബൈബിളിന്റെ വാക്യം എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. യേശു ഒരു അത് ശില്പിയായി എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവനിലൂടെ അല്ലാതെ മറ്റൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ പറയുന്നതൊന്ന് മുഴുപ്പിക്കാൻ സമ്മതിക്കണം. എന്നാലല്ലേ എന്റെ ആശയം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. യേശു ക്രിസ്തു പിതാവായ ദൈവവും കൂടെ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് വരുന്നതാണ്. അപ്പൊ യേശു ക്രിസ്തു ഭൂമിയിൽ ഒരു ശില്പി. ഭൂമിയെ സൃഷ്ടിച്ചാരാ? പിതാവായ ദൈവം. പുത്രനുണ്ടോ അവിടെ? ആ സൃഷ്ടിയിൽ മുമ്പ് പുത്രനുണ്ടോ? ആ സൃഷ്ടിയിലൊന്നും പുത്രനില്ല. ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ പുത്രനില്ല. ഭൂമിയെ സൃഷ്ടിക്കാൻ പിതാവായ ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ഈ പുത്രനെ ഉൾപ്പെടെ നമ്മളെ എല്ലാ ജീവജാലങ്ങളെയും. ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ പുത്രനുണ്ടോ? പുത്രനുണ്ടാവുമല്ലോ. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയാണല്ലോ പുത്രനാണോ ഭൂമിയെ സൃഷ്ടിച്ചത്? പുത്രനല്ല ഭൂമിയെ സൃഷ്ടിച്ചത്, പിതാവായ. യോഹന്നാന്റെ സുവിശേഷം 1:3 അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത് ശരിയാണല്ലോ. അതെന്താ തെറ്റ്? അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അവനില്ലാതെ ഒന്നും സൃഷ്ടിച്ചില്ല. ഈ മനുഷ്യരെ കൊണ്ട് മണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ? സകലതും എന്ന് പറയുമ്പോ മനുഷ്യൻ മാത്രമാണ്. അപ്പൊ ഭൂമി സൃഷ്ടിച്ചത് അവനിലൂടെയല്ലേ? അയ്യോ ബ്രദർ എപ്പോഴും ഉണ്ടല്ലോ
നമ്മൾ കേൾക്കാൻ ഒരു സാവകാശം കാണിക്കണം. എന്റെ ആശയം പറഞ്ഞ് മുഴിപ്പിക്കാൻ ബ്രദർ സമ്മതിക്കുന്നില്ല. എന്ത് ആശയവും പറഞ്ഞ് മുഴിപ്പിക്കാനുള്ള സമയം ഞാൻ തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സമയം തരാൻ പറ്റത്തില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടെ ഉണ്ടായി. ഇത് മനുഷ്യനെ മാത്രമാണോ? നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവവും പുത്രനും കൂടെ വരുമ്പോൾ പുത്രൻ ഒരു ശില്പിയായി പ്രവർത്തിച്ചെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ഒരു കോമള രൂപം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? യേശുക്രിസ്തുവാണ്. എന്നാൽ ആ രൂപത്തിന് ജീവൻ ഉണ്ടായത് എപ്പോഴാണ്? പിതാവായ ദൈവത്തിന്റെ ശ്വാസം അവന്റെ ആശയം കഥയാണത്, കഥ അല്ല. ബൈബിളിന്റെ ആശയമാണെങ്കിൽ വാക്യം വെക്കണം, കൃത്യമായിട്ട് തെളിവ് വെക്കണം. യോഹന്നാന്റെ സുവിശേഷത്തില് 1:3 കൃത്യമായിട്ട് പറയുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി. സമസ്തവും. വീണ്ടും 1:17 വാക്യം പറഞ്ഞു, ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ് സമസ്തവും ഉണ്ടായത്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സൃഷ്ടിപ്പിന്റെ എല്ലാ സമയത്തും യേശു കൂടെ ഉണ്ടെന്നേ. അപ്പൊ കൂടെ ഉണ്ടെന്നല്ലല്ലോ അവിടെ കാണുന്നത്. നിങ്ങൾ പറയുന്ന ആ ആശയമല്ലല്ലോ അവിടെ കാണുന്നത്. സമസ്തവും അവനിലൂടെ ഉണ്ടായെന്ന് പറയുമ്പോ കൂടെ ഉണ്ടെന്നാണ്, അവരത് നോക്കിയിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ യേശു ഒരു ശില്പിയായിരുന്നു എന്ന് പറയുമ്പോ എന്താണ് ബ്രദർ അർത്ഥമാക്കുന്നത്? ക്രിസ്തുവിലൂടെയാണ് സകലതും ഉണ്ടായത്. ക്രിസ്തുവാണ് സൃഷ്ടാവ് ഭൂമിയുടെ എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ക്രിസ്തു ആണ് 1000 വർഷം കാലം ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം അവന് വേണ്ടിയിട്ടുണ്ടായെന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ ഈ പഴയ അവസ്ഥ എല്ലാം മാറ്റിയിട്ട് പിതാവായ ദൈവത്തെ രാജ്യഭരണം ഏൽപ്പിക്കുന്നത് വരെ ഇത് പുത്രന്റെ കയ്യിലിരിക്കും, ഈ ഇപ്പോഴത്തെ ഭരണം. മനസ്സിലായോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സമസ്തവും അവനിലൂടെ ഉണ്ടായെന്ന്. അവിടെ ക്രിസ്തുവിലൂടെയാണ് സകലതും ഉണ്ടായെന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ് അതിന്റെ സൃഷ്ടാവെന്നാണ് ബൈബിൾ പറയുന്നത്. അതെ, കൊലോസ്യർ 1:16-17 അല്ലേ ബ്രദർ പറയുന്നത്? ഞാനിപ്പോ പറഞ്ഞത് യോഹന്നാനാണ്. കൊലോസ്യർ 1:16 വേണമെങ്കിൽ ചോദിച്ചു. കാരണം അവനിലൂടെ സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങൾ പറഞ്ഞത് മനുഷ്യന്റെ സൃഷ്ടിയിൽ യേശു ഉണ്ടായതാണ് നിങ്ങൾ പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് യേശു വന്നത്. ഭൂമി സൃഷ്ടിച്ചപ്പോ യേശു ഉണ്ടായില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഉണ്ടായി എന്ന് നിങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഇവിടെ വാക്യം പറയുന്നു, കൊളോസിയർ 1:16 പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് എന്താണ് അടിസ്ഥാനമുള്ളത്? മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഫസ്റ്റ് സൃഷ്ടിയാണ് യേശു ക്രിസ്തു. യേശു സൃഷ്ടിയാണെന്നുള്ള വാക്യമാണ് ഇപ്പൊ കണ്ടെടുക്കാനായിട്ട് ഇത്ര പ്രശ്നമാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് വെളിപാട് 4:11, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് കിരീടത്തിന് മുന്നിലിട്ടു. കണ്ടോ? അപ്പൊ സർവവും സൃഷ്ടിച്ചത്, സർവവും യേശുവിനൊരു സൃഷ്ടാവുണ്ട്. യേശുവിന്റെ ഒരു ആരംഭമുണ്ട്. ഇപ്പൊ ഡിസംബർ കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും, അവിടെ യഹോവയാണ് കർത്താവെ എന്ന് ഉദ്ദേശിക്കുന്നത്. കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സിംഹാസനത്തിന് മുന്നിൽ ഇടും. ഇത് ആരോട് പറഞ്ഞ വാക്യം? ഇത് വെളിപാട് പുസ്തകമാണ്. വെളിപാട് പുസ്തകം ആരാ പറഞ്ഞത്? ഈ വാക്യം യേശു പറഞ്ഞതാണോ? അങ്ങ് സർവ്വം സൃഷ്ടിക്കുന്ന യേശു പറഞ്ഞ കാര്യമാണോ? യേശുവിനൊരു സൃഷ്ടാവുണ്ടെന്ന് യേശു പറഞ്ഞതാണോ ഈ വാക്യം? അല്ല, ഇത് കർത്താവിനെ നമ്മുടെ യഹോവ ദൈവത്തെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന സ്വർഗത്ത് നടക്കുന്ന ഒരു സംഭവമാണ് യേശു പിതാവായ ദൈവത്തിന്. ഞാൻ ചോദിച്ചത് യേശു സൃഷ്ടിയാണെന്നുള്ളതിന് വചനം പറയാൻ പറഞ്ഞപ്പോ സൃഷ്ടി എടുത്തുകൊണ്ട് വന്നതാണ് വെളിപാട് 4:11. അപ്പൊ അതിനകത്ത് സർവവും സൃഷ്ടിച്ചത് പിതാവെ അങ്ങാണെന്ന് പറയുമ്പോ അത് യേശു ആണോ പറഞ്ഞത്? യേശു പറഞ്ഞതാണെങ്കിൽ ഇത് കറക്റ്റാ നിങ്ങൾ ഈ പറയുന്ന കാര്യം. കാരണം സർവ്വം സൃഷ്ടിച്ചത് അങ്ങാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ യേശു പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്. സർവ്വവും സൃഷ്ടിച്ചിരിക്കുന്നത് വെളിപാട് 1:17 എടുത്തു. വെളിപാട് 1:17
അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. അപ്പൊ ഞാൻ ആദ്യം അന്ത്യനാണെന്ന് പറഞ്ഞു. ഇത് ആരെ കുറിച്ച് പറഞ്ഞു? ആരെക്കുറിച്ച്? ആ ആരെക്കുറിച്ച് പറഞ്ഞു? ബ്രദർ പറയാം. എനിക്ക് പരിചയം ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. യേശുവിനെ കുറിച്ചല്ലേ? ഇത് ആരെ കണ്ടെന്നുള്ള കാര്യമാണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. മോളിന്ന് വായിച്ചോ എവിടെന്നുണ്ടെങ്കിൽ. അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ മൂർച്ചയേറിയ വായുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ 17-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ മുകളിലോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലവാൾ പുറപ്പെട്ടു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. അവന്റെ കാൽക്കൽ വീണു. അവൻ വലത് കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദിയും അന്ത്യനുമാണ്, ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. ആരാ മരിച്ചവനായിരുന്നു? എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. യേശുവിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അപ്പൊ യേശുവിനെ കുറിച്ച് പറഞ്ഞ് 17-ാം വാക്യം പറയുന്നു, അവൻ ആദിയും അന്തവുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഈ ആദിയും അന്തവുമാണെന്ന് പറഞ്ഞപ്പോ അവനൊരു ഉത്ഭവമോ അവനൊരു അവസാനമോ ഇല്ല എന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ പിന്നെ യേശു സൃഷ്ടിയാണ് എന്ന് പറയുന്നത് എനിക്ക് ഇത് ഒരു ഐഡിയ ഇല്ലാത്ത വാക്യമാണ് കേട്ടോ ബ്രദറെ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. ഇല്ല, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ആ വാക്യം കണ്ടുവച്ചിട്ട് വന്നാ മതി. അതിന് വാക്യങ്ങൾ എഴുതി വെച്ചേക്കാം. വെളിപാട് പഠിപ്പിക്കുന്ന ആളോട് ചോദിച്ചിട്ട് പറയണേ. പറയാം. ഇന്നും 21-ന്റെ 6 കൂടി ചോദിച്ചോളൂ. അത് തന്നെ 21-ന്റെ 6. 21-ന്റെ 6. 21-ന്റെ 5-ഉം 6-ഉം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിച്ചിരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കും. ഇത് യേശുക്രിസ്തു ദേവാലയത്തിൽ വെച്ച് ജനങ്ങളോട് പറഞ്ഞതാണ്. ദാഹിക്കുന്നവൻ എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, ഞാനാണ് ജീവന്റെ ഉറവ എന്ന് യേശു പറഞ്ഞു. അതേ കാര്യം തന്നെ ഇതാ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. അപ്പൊ യേശു ക്രിസ്തുവിന് ഒരു ആദിയും അന്തവും ആണെന്ന് ക്രിസ്തു പറയുമ്പോൾ അവനൊരു ഉത്ഭവമില്ല, അവനൊരു സൃഷ്ടിയാണെന്ന് യാതൊരു വിധത്തിലും തെളിയിക്കാൻ പറ്റില്ല എന്ന് ബൈബിൾ പറഞ്ഞു. അപ്പൊ ഇതും കൂടിയും ചോദിച്ചു. വെളിപാട് എത്രയായിരുന്നു ഇപ്പൊ പറഞ്ഞ? വെളിപാട് 21-ന്റെ 6, 22-ന്റെ 13 കൂടി നോട്ട് ചെയ്തു. 22-ന്റെ 13, 21-ന്റെ 6, 22-ന്റെ 13. ഓക്കെ, രണ്ടും ചോദിക്കാം. ഞാൻ മൂന്നെണ്ണം 1-ന്റെ 17, വെളിപാട് 1-ന്റെ 17, 21-ന്റെ 6, 22-ന്റെ 13. വെളിപാടിന്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു പറയുന്നത് പിതാവായ ദൈവത്തെ കുറിച്ചാണ്. അപ്പൊ പിതാവായ ദൈവം ആൽഫയും ഒമേഗയുമാണെങ്കിൽ യേശു പറഞ്ഞു ഞാനും ആൽഫയും ഒമേഗയുമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയാലോ. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർ രണ്ടുപേരും ഒന്നാണല്ലോ. അങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ആൽഫയും ഒമേഗയും ആയിരിക്കുന്നത് ആരാ? യഹോവ സൃഷ്ടാവാണെന്നുള്ള യേശു നോണ പറയത്തില്ല. അപ്പോ ആൽഫയും ഒമേഗയും ആണെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ആൽഫയും ഒമേഗയും ആണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ ദൈവത്തിന്റെ സത്തയിലാണെന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റും, അംഗീകരിച്ചേ പറ്റും. അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പറ്റത്തില്ല. അക്ഷരാർത്ഥത്തിൽ വേണ്ട, ആശയപരമായിട്ട് മതി, കുഴപ്പമില്ല. ഇനി ഭൂമിയെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിതാവ് എന്ത് ചെയ്തു? 7 ദിവസം കൊണ്ടല്ല സൃഷ്ടിക്കുന്നതായിട്ട് ബൈബിൾ ഉൽപ്പത്തി പറയുന്നു. 7-ാം ദിവസം വിശ്രമിച്ചു. ഈ 7-ാം ദിവസം എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം തെരഞ്ഞെടുത്ത് വെച്ചത്? അത് ദൈവത്തിന്റെ സ്വസ്ഥതയാണ്. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ 6 ദിവസവും പണിയെടുത്തിട്ട് 7-ാം ദിവസമെങ്കിലും ദൈവത്തിന്റെ കാര്യങ്ങളിൽ ജാഗ്രത. സാബത്തിനെ സൃഷ്ടിച്ചത് ആരായിരുന്നു? അത് ദൈവമല്ലേ, കർത്താവ്. ദൈവമാണ് സാബത്തിന്റെ സൃഷ്ടാവ് അല്ലേ? ഉറപ്പല്ലേ? അല്ല, അത്ര ഉറപ്പില്ല. മത്തായി സുവിശേഷം 12-ന്റെ 8 എടുത്ത് വായിക്കും. മത്തായി സുവിശേഷം 12-ന്റെ 8 എടുത്ത് വായിക്കും. സാപത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് യേശുവിനെയല്ലേ? എനിക്കത് അത്ര ഇതില്ലാത്ത ഒരു ഇതാണ്. അല്ല, ഉൽപ്പത്തി പുസ്തകത്തില് സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ദൈവം യഹോവ സൃഷ്ടിച്ചു എന്നതിന് ശേഷം കൃത്യമായിട്ട് പറയുന്നു യഹോവ സൃഷ്ടിച്ച കാര്യത്തിൽ കഴിഞ്ഞിട്ട് പറഞ്ഞ് കാര്യമാണ് ഇവിടെ മത്തായി 12-ന്റെ 8 ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രൻ ശബ്ബത്തിനും കർത്താവാകുന്നു, ഞാൻ സാപത്തിന്റെയും കർത്താവാണ്
അതെ. സൺ ഓഫ് മാൻ ഈസ് ലോർഡ് ഈവൻ ഓഫ് ദി സബത്ത് ഡേ. ഓക്കേ. ബ്രദർ യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞത്. ഐ ആം ദ ലോർഡ് ഓഫ് സബത്ത്. യേശു പറഞ്ഞത്. ബ്രദർ ഇപ്പൊ പറഞ്ഞത് യേശു ദൈവമാണെന്നുള്ളതിന്റെ തെളിവുകളാണ് ബ്രദർ പറയുന്നത്. പക്ഷെ നമ്മുടെ ഉൽപ്പത്തി 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുമ്പോഴല്ലോ അവിടെ പിതാവായ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് തെളിയുന്നുണ്ടല്ലോ. ഇത് ആദ്യമേ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു. ഓക്കെ, യേശു ദൈവമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ സർവശക്തനായ ദൈവമല്ല എന്ന് തുടക്കമേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വഴി മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ തുടക്കം നിങ്ങൾ ഈ സർവശക്തനായ ദൈവമാണോ എന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവമല്ല. ദൈവാംശം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ദൈവത്തിൽ. അപ്പൊ ഈ എന്തായാലും ഒരു കാര്യം ചെയ്യും. സർവശക്തനായ ദൈവമാണെന്ന് നമുക്ക് ഈ ഒരൊറ്റ വാക്യത്തിൽ ക്ലിയർ ചെയ്യാം. ഒന്ന്, നമ്മളിപ്പോ വെളിപ്പാടിന്റെ പുസ്തകം 1-ന്റെ നമ്മൾ ഏതാ വാക്യം വായിച്ച് 1-ന്റെ 17 വായിച്ചു, 21-ന്റെ 6 വായിച്ചു. ഓക്കെ, അപ്പൊ 22-ന്റെയും വായിച്ചു. അപ്പൊ ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോ അവിടെ ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് പറയുന്നതും ഞാൻ ആദിയും അന്തവുമാണെന്ന് പറയുന്നതും യേശുവിനെ കുറിച്ച് പറയുന്നത് സിസ്റ്റർ ഒന്ന് കൺഫേം ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കൂ. അപ്പൊ നമുക്ക് സർവശക്തനായ ദൈവമാണെന്നുള്ളത് കൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. എന്തായാലും സംശയം തീർക്കാനാണല്ലോ സിസ്റ്റർ വിളിക്കുന്നത്. അതിന് തന്നെയാണ് വിളിക്കുന്നത്. അല്ലാതെ അപ്പൊ നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്താൽ പോരെ? അതിപ്പോ ക്ലിയർ ചെയ്യണം. മതി അങ്ങനെ അത് ഞാൻ പറഞ്ഞ 3 വാക്യത്തിൽ എന്താണെന്ന് സിസ്റ്റർ വ്യക്തതയില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുന്നത് അർത്ഥമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എല്ലാവരെയും പോലെ തർക്കിക്കാനോ തർക്കിച്ച് ജയിക്കാനോ ഒന്നും അല്ല. ഇല്ലെന്നേ, നല്ലൊരു കോൺവെർസേഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യാതൊരു വിധത്തിലും നമുക്ക് അതിനകത്തൊരു തർക്കമില്ലെന്ന്. ഓക്കെ, അപ്പം ഈ 2-3 കാര്യങ്ങളും കൂടി ഒരു പ്രശ്നമുണ്ട്. എനിക്ക് നെറ്റ് കട്ടായി പോകുന്നുണ്ട്, പതറി പോകുന്നു, വ്യക്തത കിട്ടുന്നില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പൊ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ പ്രിപ്പയർ ആയിട്ട് വിളിച്ചു നമുക്ക് സംസാരിക്കാൻ ബ്രദറെ. വിലപ്പെട്ട സമയം എനിക്ക് വിനിയോഗിച്ചതിന് നന്ദി.